എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതാണ് പ്രാഥമികമായ കാര്യങ്ങൾ പറയാനുള്ളത്. ശ്രീമതി ബിന്ദു വയലാർ, ഈ ഒരു ബജറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നിരന്തരമായി വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ബജറ്റ്, ഈ ഒരു ഇടക്കാല ബജറ്റ് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് അങ്ങ് പങ്കുവയ്ക്കുക? ഒരു ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മാർഗം മാത്രമാണെന്ന് തന്നെയാണ് ഞാനും ഒരു യാത്രക്കാരിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലും ഞാനിതിനെ വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിലും നമ്മൾ കേട്ട ഒരു കാര്യമാണ്, പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടി ഫണ്ട് വരെ കണ്ടെത്തിയ ഒരു ബഡ്ജറ്റാണ് നമ്മൾ കണ്ടത്. അത് മാത്രവുമല്ല, കൂടുതൽ ജനറൽ കോച്ചുകൾ സംവിധാനങ്ങളുള്ള സ്ലീപ്പർ കോച്ചുകളുള്ള പുതിയ വണ്ടികൾ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ 16 കാർ മെമു നമുക്ക് തീരദേശ പാതയിൽ അനുവദിച്ചിരുന്നു. ഈ 16 കാർ മെമുവിനുള്ള സംവിധാനം, അതിനുള്ള കൊല്ലത്തൊരു ഷെഡ്, ഇതെല്ലാം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടവയാണ്. പക്ഷെ ഈ കാലയളവിൽ ഒന്നും തന്നെ ഇതിന് അനുകൂലമായ ഒരു നടപടികളും ഇതുവരെ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. പാത ഇരട്ടിപ്പിക്കലല്ലാതെ ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള തീവ്ര വണ്ടികൾ നമുക്ക് ആവശ്യമാണ്. വികസനം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒരു വികസനവും വേദന കൂടാതെ നമുക്ക് ഇവിടെ നടത്താൻ കഴിയില്ല. അപ്പോ ഈ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരനായ, അല്ലെങ്കിൽ അന്നേ അത്താഴത്തിന് വേണ്ടി ഓടുന്ന സാധാരണക്കാരന്റെ കണ്ണുനീരിലാണ് ഈ വികസനം മുങ്ങിപ്പോകുന്നതെന്ന് പറയേണ്ടി വരികയാണ്. കാരണം വന്ദേ ഭാരത് ഈ പാതയിലൂടെ ഓടുമ്പോൾ സാധാരണക്കാരായി കുടുംബം പുലർത്താനായി പായുന്ന ജനത വഴിവക്കിൽ മണിക്കൂറുകളോളം കാത്തു കിടക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പോ ഈ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ തീർച്ചയായിട്ടും അടുത്ത ബജറ്റിലും എന്നെ പോലൊരു യാത്രക്കാരി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ. അറ്റ് ദ സെയിം ടൈം തീർച്ചയായിട്ടും സാധാരണക്കാരായ യാത്രികരെ വഴിയിൽ തടഞ്ഞിട്ട് കൊണ്ട് നടത്തുന്ന ഇതിനെ വികസനം എന്ന് നേരിട്ട് വിളിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 16 കാർ മെമു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു 9 മണിക്ക് സാധാരണ കൂടുതലും എനിക്ക് തോന്നുന്നു, ഞാൻ തീരദേശ പാതയിലെ യാത്രക്കാരിയാണ്. അപ്പോ എറണാകുളം കായംകുളം ആ പാതയിലുള്ള യാത്രക്കാർ അനുഭവിക്കുന്ന ആ ഒരു തിരക്ക്, ബുദ്ധിമുട്ട് രാവിലെ നമുക്ക് കാണാവുന്നതാണ്. അത്രമാത്രം ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ആ ഒരു സംവിധാനം. അപ്പൊ 12 കാർ മെമു ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 16 കാർ മെമുവിന്റെ കൊല്ലത്തുള്ള ആ ഒരു ഷെഡ് പൂർത്തിയാക്കിയാൽ മാത്രമാണ് തരാൻ കഴിയുന്നതെന്ന് പറയുന്നു. അപ്പൊ ബഡ്ജറ്റിൽ അതിമോഹനങ്ങളായ പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരി അത് പാലിക്കപ്പെടാത്ത ഒരു സംവിധാനത്തിൽ വളരെയേറെ വേദനയാണ്. അപ്പോ ഒരു ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു മോഹാവേശത്തിനേക്കാൾ ഉപരി കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നടക്കാത്ത വേദനയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അജി തോമസ്